നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വാടക വീട് കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റ് നടക്കുന്നതായി പരാതി. അസം സ്വദേശിയായ 17-കാരി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയതോടെ സംഭവം പുറത്തറിയുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് അസം സ്വദേശിയായ യുവാവാണ് തന്നെ കോഴിക്കോട് എത്തിച്ചതെന്നാണ് പെൺകുട്ടി പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. ജുവനൈൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം കൂടുതൽ പെൺകുട്ടികൾ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 15,000 രൂപ വേതനം വാഗ്ദാനം ചെയ്താണ് അസം സ്വദേശിയായ പെൺകുട്ടിയെ യുവാവ് കോഴിക്കോട് എത്തിച്ചത്. ഇതിനുശേഷം വീട്ടിൽ അടച്ചുപൂട്ടിയിടുകയും സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കിയെന്നുമാണ് പെൺകുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. താൻ ഉൾപ്പെടെ 4 പെൺകുട്ടികൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി വീട്ടിൽ കഴിയുന്നുണ്ടെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. അവരെയെല്ലാം രക്ഷപ്പെടുത്താൻ പോലീസ് ഇടപെടണമെന്നാണ് കുട്ടി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പെൺകുട്ടി പുറത്തു കടന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത്. ഇതിന് പിന്നാലെയാണ് സെക്സ് റാക്കറ്റിനെ കുറിച്ച് വിവരം നൽകുന്നത്. ഒരു ദിവസം 6-ലധികം പുരുഷന്മാർ ഈ കേന്ദ്രത്തിൽ വന്നു പോകുന്നതായി പെൺകുട്ടി മൊഴി നൽകി. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസം സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പരാതി പുറത്തു വന്നതിന് പിന്നാലെ അസം സ്വദേശി രക്ഷപ്പെട്ടെന്നാണ് മെഡിക്കൽ കോളേജ് ACP അറിയിച്ചിരിക്കുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു.